നിയമസഭാ സീറ്റ് ലഭിക്കാത്തവർക്ക് ബോർഡ് ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. ഓരോരുത്തരെയും പരിഗണിക്കാവുന്ന ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും പേര് സഹിതം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ലീഗ് നേതൃത്വത്തിന് കത്ത് കൈമാറി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യൂത്ത് ലീഗിന്റെ എല്ലാ സംസ്ഥാന ഭാരവാഹികളെയും വിവിധ ബോർഡുകളിലേക്ക് നിയമിച്ചിരുന്നു. ഈ മാതൃക തുടരുന്നതിനോടൊപ്പം മുതിർന്ന നേതാക്കൾക്ക് ചെയർമാൻ സ്ഥാനം കൂടി നൽകണം എന്നതുമാണ് ആവശ്യം. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, സീറ്റ് അതായത് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യേണ്ട മുതിർന്ന നേതാക്കൾ ഏറെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലർക്കും സീറ്റ് നിഷേധം അടക്കമുള്ളവ ഉണ്ടായത്. പക്ഷേ കൃത്യമായി പരിഗണിക്കുക എന്നുള്ളത് അത് UDF-ൽ ആകമാനവും പറഞ്ഞിരുന്നൊരു വാക്കാണ്. അത് പാലിക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ യൂത്ത് ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു. പട്ടിക അടക്കം കൈമാറിയിരിക്കുന്നു. അതെ മാധു, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെ യൂത്ത് ലീഗ് ഭാരവാഹികളായിട്ടുള്ള ആളുകളെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു പട്ടിക തന്നെ കൈമാറിയിരുന്നു. പക്ഷേ യൂത്ത് ലീഗ് പ്രതീക്ഷിച്ച പോലെ ഒരു പ്രാതിനിധ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലുൾപ്പെടെ യൂത്ത് ലീഗിന് വലിയ അമർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോർപ്പറേഷൻ മറ്റു പല ബോർഡുകളും UDF-ന്റെ പല വകുപ്പുകളിൽ ലഭിക്കുന്ന ബോർഡുകളിലും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടുന്ന യൂത്ത് ലീഗ് നേതാക്കളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം യൂത്ത് ലീഗ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു പട്ടിക കൈമാറിയിട്ടുണ്ട്. ഈ പട്ടികയിൽ യോഗ്യതയുള്ള ആളുകളെ അതിനനുസരിച്ചുള്ള വകുപ്പുകളിലെ ബോർഡുകളിലേക്ക് ചെയർമാൻ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് പരിഗണിക്കണമെന്നുള്ളതാണ് ആവശ്യം. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കാണ് ഈ പട്ടിക കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റായുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള PMA സലാം എന്നിവരെ നേരിട്ട് കണ്ടും ഇക്കാര്യം ബോധിപ്പിക്കാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ തയ്യാറെടുക്കുന്നത്. വിശേഷം പല ബോർഡ് നിയമനങ്ങളിലും UDF-ന് അനുകൂലമല്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നിയമിക്കുന്നു എന്ന പ്രചാരണം ഉൾപ്പെടെ ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ഇതേ ആവശ്യം യൂത്ത് ലീഗ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ യൂത്ത് ലീഗിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നു. അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ ഇത്തവണയും യൂത്ത് ലീഗിനെ പരിഗണിക്കണമെന്നുള്ളതാണ് ആവശ്യം. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലില്ലാത്ത ആളുകളെ പരിഗണിക്കുന്നു എന്ന വലിയ വിമർശനം യൂത്ത് ലീഗിലുമുണ്ട്. അതോടൊപ്പം തന്നെ MSF-ലും ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ വലിയ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. സമദിനെ പോലെയുള്ള നേതാക്കളെ പരിഗണിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമദിനെ പോലെയുള്ള നേതാക്കൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പരസ്യമായി വിമർശനം ഉന്നയിച്ചു നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ MSF-ന്റെ ഒരു നേതാവ് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന നേതാവ് സ്വിഗ്ഗിയോടുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് മറ്റൊരു MSF നേതാവ് അത് ചൂണ്ടിക്കാണിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡ് ചെയർമാൻ പദവി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് കാണേണ്ടത്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് ഉന്നയിച്ചതുപോലെയുള്ള ഒരു പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച്. കാരണം മിക്കയിടങ്ങളിലും അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രാതിനിധ്യം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ലെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് കഴിഞ്ഞ UDF സർക്കാർ കാലത്ത് യൂത്ത് ലീഗ് ലഭിച്ച പ്രാതിനിധ്യം ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ ലഭിച്ചിരുന്ന പരിഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ യൂത്ത് ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു. പാർട്ടി നേതൃത്വം ഇനി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ടത്. വിശേഷം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അമർഷം പരസ്യമായി പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു വിഭാഗം ചോർത്തി നൽകുന്നുണ്ട്. അത് മോശം പ്രവണതയാണെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു ഡിമാൻഡ് യൂത്ത് ലീഗ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലീഗ് നേതൃത്വം അതെങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. മാധു, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.